ഹലോ, ഇത് ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി. ഈ ദിവസമാണ് ഞങ്ങൾ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ഇന്നലെ ഉത്സവത്തിന് എന്തെങ്കിലും നല്ല തിരക്കായിരിക്കും, അതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതേ ഞാൻ കുഞ്ഞിപ്പണിയെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അവരൊക്കെ അവിടെ തൊഴുവാണ്. ഞങ്ങൾക്കിന്ന് പറ കൊടുക്കാനുണ്ട്. അപ്പോൾ അതേ അച്ഛൻ്റെ തടിയും കൊണ്ട് വന്ന് തടി ചൊഴിക്കണം. പിന്നെ ദേ അനു പറ കൊടുത്തു, ബബി കൊടുത്തു, ദേ കുഞ്ഞിപ്പണ്ണിനെ കൊണ്ട് കൊടുപ്പിക്കാനുണ്ട്. പിന്നെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കിച്ചു കൊടുത്തു. ഇന്നലെ ഇത് കൊടുക്കാൻ നിന്ന് നല്ല തിരക്കായിരിക്കും, നല്ല ക്യൂ ആയിരുന്നു ഇന്നലെ. അതുകൊണ്ട് ഞങ്ങൾ പിറ്റേന്ന് കൊടുക്കാൻ തരുത്. കുഞ്ഞിപ്പെണ്ണ് മണ്ണ് വാരിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ എനിക്ക് യക്ഷിയമ്മയുടെ അവിടെ ഉണ്ടായിരുന്നു മഞ്ഞൾപ്പറ വഴിപാട്. അങ്ങനെ ഞാനത് കൊടുക്കാൻ നിന്ന് അവരൊക്കെ തൊഴുതിട്ട് സൈഡിൽ കൂടി പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തടി ചൊഴിക്കണം. തടി ചൊഴിക്കൽ നമുക്ക് വഴിപാടാണ്. നമ്മൾ ഇന്നലെ വഴിപാട് പറഞ്ഞ് അവിടെ നേർന്ന് കൊടുക്കണം. അങ്ങനെ അമ്മയുടെ ചൊഴിച്ചു. പിന്നെ എനിക്കുണ്ടായിരുന്നു, ഞാനും അത് ചൊഴിച്ചു മേടിച്ചു. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പർച്ചേസിങ് തുടങ്ങി. അങ്ങനെ ഓരോ കടയിലൊക്കെ കയറി ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച്. കുറേ കടകളുണ്ട്, അപ്പം ഓരോരുത്തർ മാറി മാറി കയറി അമ്മയ്ക്ക് ആവശ്യമുള്ള വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ സ്നാക്സ് കടയിൽ വന്നിട്ട് അച്ഛൻ എല്ലാവർക്കും മേടിച്ച് കൊടുക്കും. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് നോക്കിക്കൊണ്ട് ഓരോ സ്നാക്സൊക്കെ മേടിക്കുന്നതിന്. പിന്നെ കമ്മൽ കട പറയണ്ടല്ലോ, പെൺപിള്ളേരല്ലേ, ഞങ്ങളെല്ലാം കൂടി കയറി. അങ്ങനെ പക്ഷെ കളക്ഷൻസൊക്കെ കുറവാണ് ഗൈസ്, പണ്ടത്തെ പോലെ ഇല്ല. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ തരും, നല്ല ചൂടല്ലേ. അങ്ങനെ ഓരോരുത്തർ ഐസ്ക്രീം മേടിച്ച്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഐസ്ക്രീം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു കോഡ് മേടിച്ച് കൈ കൊടുത്ത് അവിടെ എത്തി. പിന്നെ എല്ലാം കഴിഞ്ഞത് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നുണ്ട്. നല്ല വെയിൽ, 12 മണിയങ്ങാണ്ടേ, നല്ല വെയിലുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് അങ്ങനെ ഇരിപ്പായി. ഈ ഒരു തോക്ക് പോലത്തെ സാധനം അച്ഛൻ മേടിച്ച് കൊടുത്താണ് ഗൈസ്. കൊള്ളാമല്ലേ, ഇങ്ങനെ അതിൻ്റെ വായിക്കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം, എന്നിട്ട് ഇങ്ങനെ പുക വരും. പിന്നെ ഞങ്ങളെല്ലാം മാറിപ്പോയി കിടന്നു തുടങ്ങി. വൈകുന്നേരം ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ വന്നിട്ടുണ്ട് എല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കുഞ്ഞിപ്പെണ്ണ് അവിടെ ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ ലഗേജ് പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ബബിക്കാണെങ്കിൽ പിന്നെ ഒരു ലോഡ് സാധനങ്ങളുണ്ട് ഗൈസ്. നോക്കിയ ട്രോളി, ബാഗ്, കിറ്റ്, കവർ എല്ലാം ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും ടാറ്റ ബേബി പറഞ്ഞിറങ്ങുവാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പൊടുക്കത്തെ ചാട, നോക്കണില്ല, ടാറ്റ വരാൻ വേണ്ടി തന്നെ ഇല്ല, മൈൻഡേ ഇല്ല, പോകാൻ പോകണമെന്നും പറഞ്ഞ് ഭയങ്കര ചാട. അങ്ങനെ അവർ കയറി ടാറ്റ ബേബി പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം, ബൈ.